ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അവിടെ നല്ല മഴയാണ് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. നമ്മളെ തുലാമഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലായിടത്തും നല്ല മഴയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു, പിന്നെ കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് കുറച്ച് വൈകി. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കുക. അപ്പോൾ റെസിപ്പി ഒന്നും കാണിക്കണില്ല. അപ്പോൾ ഒരു വെണ്ടക്ക ഉണ്ടായിരുന്നു, അപ്പോൾ ആയിട്ടൊരു മുളക് കറി ഉണ്ടാക്കുകയാണ് ഫസ്റ്റ്. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മെഴുക്കുരട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കടുകൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് കുക്കായി വന്നാലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും വലിയ ജീരകം പൊടിച്ചാണ് കേട്ടോ. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അത് കൂടിയിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ട് കേട്ടോ മെഴുക്ക് പുരട്ടി. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി നമ്മൾ ഉപ്പിട്ട് നെല്ലിക്ക വെച്ചിട്ടാണ് കേട്ടോ, കാന്താരി മുളകൊക്കെ ഇട്ടിട്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ നമ്മളെ ഓംലെറ്റ് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടോ തിരിച്ച് മറിച്ചിടുന്ന സമയത്ത് അത് പൊട്ടിപ്പോയിട്ടോ ഗൈസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ? എഗ്ഗ് മറിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോകാറുണ്ടോ? എനിക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തന്നെ വെച്ചിട്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ നമ്മൾ നെക്സ്റ്റ് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടോ കുറച്ച് പപ്പടം പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുത്ത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്ത മാന്തളുണ്ടായിട്ടോ, ഉണക്ക മാന്തൾ. അപ്പോൾ അതും കൂടി പൊരിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ലാസ്റ്റ് ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കൽ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് വീട്ടിൽ. എല്ലാവരും ഒരേപോലെ കഴിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ക്യാബേജ് ഉപ്പാരി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമുക്കിന്ന് ചോറുണ്ടായിരുന്നു. അതെല്ലാം കൂട്ടിയിട്ട് സൂപ്പറായിട്ട് കഴിച്ചു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ.